ലൂഥറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെൻറ്റർ സ്വർഗസുധ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹവന്ദനം. ധ്യാനവചസ്, ദേവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടികളും ഞാനും തുടങ്ങി 5ഓളം സെഗ്മെൻറ്റുകൾ കോർത്തിണക്കി ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് കരുതുന്നു. അധികം മുഖവുരൊന്നും കൂടാതെ തന്നെ നമുക്ക് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസ്. നമുക്കേവർക്കും വിശ്വാസത്തോടും ആത്മീയതയെ മുറുകെ പിടിച്ച് ധ്യാനവചസ്സിലേക്ക് പ്രവേശിക്കാം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിങ്കിൽ നിന്ന് നമുക്കേവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിൽ മോശയുടെ കാലശേഷം ഇസ്രായേലിൻ്റെ നേതാവായി വിളിക്കപ്പെട്ട യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത വാഗ്ദത്ത ഭൂമിയായ കനാനിലേക്ക് പ്രവേശിക്കുകയും അവർ അവിടെ താമസമാക്കുന്നതിന് മുൻപ് ആ ദേശത്തിൻ്റെ അതിരുകളെക്കുറിച്ച് യോശുവയോട് യഹോവയായ ദൈവം സംസാരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ സമൃദ്ധിയുടെ ഒരു പ്രവേശത്തിലേക്കാണ് കടന്നു ചെല്ലുന്നതെങ്കിലും സ്വസ്ഥവും സമാധാനപൂർവ്വവും അനുഗ്രഹപൂർവമായ ഒരു ജീവിതത്തിൻ്റെ ദേശത്തിലേക്ക് യോശുവയാൽ നടത്തപ്പെട്ട് കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ സന്തോഷത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇസ്രായേൽ ജനതയുടെ ജീവിതവും ഇസ്രായേൽ ജനതയെ നയിക്കുക എന്ന് പറയുന്നതും അത്ര സുഖകരവും സന്തോഷകരവുമായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാനിലേക്കുള്ള യാത്രാമധ്യേ മരുഭൂമിയിൽ ദൈവത്തോടും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി ഇസ്രായേലിനെ നയിക്കുവാൻ വിളിക്കപ്പെട്ട മോശയോടും യോശുവയോടും അഹരോനോടുമൊക്കെ ഇസ്രായേൽ ജനത പല വിധത്തിൽ കലഹിക്കുകയും അവരുമായി വഴക്കിടുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് വചനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയുന്നത്. ഒരു തരുണത്തിൽ അവർ ദൈവത്തെ പാടെ മറന്നുപോയി എന്നുകൂടി നമ്മൾ കാണുന്നുണ്ട്. സീനായ് പർവ്വതത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത കനാൻ്റെ ഭൂമിയിൽ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതങ്ങളെ നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഉപദേശിക്കുന്ന കൽപ്പനകൾ നൽകുന്നതിന് വേണ്ടി മോശയെ സീനായ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിക്കുമ്പോൾ ഇസ്രായേൽ ജനത താഴെ അഹരോനെ നിർബന്ധിച്ച് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി ആരാധിക്കുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഏറ്റവും വെല്ലുവിളിയുടേതായിരുന്നു ഇസ്രായേൽ ജനതയെ നയിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ജോലിയായിരുന്നു ഇസ്രായേൽ ജനതയുടെ നേതാവായി നിൽക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അതികഠിനമായ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് യോശുവ ഇസ്രായേൽ ജനതയെ കനാനിൻ്റെ സമൃദ്ധിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെയാണ് ഇങ്ങനെ ഒരു ജനത്തെ നയിക്കുവാൻ തക്കവണ്ണമുള്ള ആർജവവും ശക്തിയും സാമർഥ്യവും യോശുവയ്ക്ക് ലഭ്യമായത്? എവിടെ നിന്നാണ് ഒരു ജനത്തെ നിയന്ത്രിച്ച് തങ്ങളുടെ ശത്രുക്കളെ കീഴടക്കി ആ ദേശത്തെ തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കുവാൻ തക്കവണ്ണം യോശുവ ശക്തി പ്രാപിച്ചത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടത്. വേദഭാഗം നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നാം വായിച്ച വേദഭാഗത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നാമത് യോശുവയ്ക്ക് ഉണ്ടായിരുന്ന ദൈവത്തിങ്കിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ബലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കനാൻ്റെ അരികിലെത്തുന്ന ഇസ്രായേൽ ജനത കനാൻ ദേശത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ തങ്ങളുടെ ജീവിതത്തിന് ആവശ്യമാകുന്ന സമൃദ്ധിയും ഉണ്ടാവും എന്നുള്ളത് വിലയിരുത്തുന്നതിന് വേണ്ടി മോശ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് ആ ദേശത്തെ ചുറ്റിക്കണ്ട് സഞ്ചരിച്ച് ആ ദേശത്തെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ നൽകേണ്ടുന്നതിന് അവരെ അയക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ അയക്കപ്പെടുന്നവരിൽ 10 പേർ വന്ന്
ആ ദേശത്തെക്കുറിച്ച് പറഞ്ഞത്, ആ ദേശം ബലിഷ്ഠരായ ജനങ്ങളാൽ നിറയപ്പെട്ട ദേശമാണ്, യോദ്ധാക്കളാൽ നിറയപ്പെട്ട ദേശമാണ്. അവിടെ സമൃദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ആ യോദ്ധാക്കളായ മനുഷ്യരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് അറിയില്ല. ആകയാൽ നമ്മൾ അവിടെ ചെന്നാൽ ഒരുപക്ഷെ നമ്മൾ വീണ്ടും അടിമകളാക്കപ്പെടുമെന്ന് അവർ 10 പേർ മറുപടി നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതേ അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോശുവയും കാലേബും മോശയ്ക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത് നേരെ വിരുദ്ധമായിരുന്നു. അവരും പറഞ്ഞത്, ആ യോശുവയും കാലേബും പറഞ്ഞത്, ആ ദേശത്തിലെ ജനങ്ങൾ ബലിഷ്ഠരാണ്, യോദ്ധാക്കളാണ്, ശക്തിയുള്ളവരാണ്, ആ ദേശം നല്ല പട്ടണമാണ്, അവിടെ സമൃദ്ധിയുണ്ട്, എല്ലാ നന്മകളും ഉണ്ട്, ആ ദേശത്തെ കീഴടക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ശക്തി നൽകുമെന്നുള്ള ആ വാക്ക് യോശുവ ഇവിടെ മോശയുടെ മുന്നിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോശുവ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനതയുടെ വിടുതലിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ 10 ബാധകൾ മിസ്രൈമിലായിരിക്കുമ്പോൾ ഫറവോൻ്റെ മുൻപിൽ യഹോവയായ ദൈവം പ്രവർത്തിച്ചിട്ടാണ് ഇസ്രായേൽ ജനതയെ വിടുവിച്ചു കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്തിനാണ് ഈ 10 ബാധകൾ ഇസ്രായേൽ ജനതയുടെ മുൻപിൽ തന്നെ ഫറവോനോട് ഈ യഹോവയായ ദൈവം പ്രവർത്തിച്ച് കാണിച്ചത്? യഹോവയായ ദൈവത്തിന് ഒന്നാമത്തെ ബാധയോടുകൂടി തന്നെ അല്ലെങ്കിൽ ഫറവോനിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാൻ കഴിയുമായിരുന്നു. ഫറവോൻ ഒന്നാമത്തെ ബാധ കഴിയുമ്പോൾ തന്നെ പറഞ്ഞുവല്ലോ, നീ നിൻ്റെ ജനത്തെ വിളിച്ചുകൊണ്ട് കടന്നു പോവുക. എന്നാൽ അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഫറവോൻ്റെ ഹൃദയത്തെ യഹോവ തന്നെ കഠിനമാക്കി എന്നാണ്. വീണ്ടും വീണ്ടും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യഹോവയായ ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? തൻ്റെ ജനം തൻ്റെ മഹത്വത്തെയും തൻ്റെ ശക്തിയെയും തിരിച്ചറിയേണ്ടതിന് യഹോവ ഇതൊക്കെ അവിടെ പ്രാവർത്തികമാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദൈവത്തെയാണ് ഇന്ന് യോശുവ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ദൈവത്തെങ്കിലാണ് യോശുവ ഇന്ന് വിശ്വസിച്ചിരിക്കുന്നത്. അത്ഭുതങ്ങളെ പ്രവർത്തിച്ച യഹോവയായ ദൈവം. നോക്കുക, കടിഞ്ഞൂൽ സംഹാരം മിസ്രൈം ദേശത്തിലുള്ള സകല ഭവനങ്ങളെയും ബാധിക്കുമ്പോൾ അവിടെയുള്ള ഇസ്രായേലിലെ ഒരു ഭവനത്തിൽ പോലും സംഹാരകൻ കടന്നു ചെല്ലാതെ ഒരു കുഞ്ഞിന് പോലും ജീവഹാനി വരാതെ സംരക്ഷിച്ച ദൈവത്തെങ്കിലാണ് യോശുവയുടെ ശക്തി എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസമാണ് ഇന്ന് ഇസ്രായേൽ ജനതയെ നയിച്ചു മിസ്രൈമിൽ കൊണ്ടുചെന്ന് ആക്കുന്നതിന് യോശുവയെ ശക്തനാക്കിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഈ ശക്തനായിരിക്കുന്ന ദൈവത്തിങ്കൽ എത്രമാത്രം വിശ്വാസമുള്ളവനാണ് എന്ന് ഓർത്തു നോക്കുക. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ ഒരു പിതാവായി, ഒരു മാതാവായി, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ തലവനായി വിളിക്കപ്പെട്ടവനായിരിക്കാം, ഒരു സഭയുടെ നേതൃത്വത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവനായിരിക്കാം, ഒരു സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവനാകാം. ആ നേതൃത്വത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ഇന്ന് യോശുവ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: നിന്നെ നയിക്കുന്ന, നിന്നിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവത്തിങ്കിലെ ഉറച്ച വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. തുടർന്ന് നമ്മൾ ഇന്നത്തെ ധ്യാന ഭാഗത്തിൻ്റെ അവസാന വാക്കുകളിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം യോശുവയോട് ഇങ്ങനെ പറയുന്നുണ്ട്: മോശ മുഖാന്തരം ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങളും ചട്ടങ്ങളും നീ പ്രമാണിക്കണം. വചനങ്ങളെ വിട്ട് പിരിഞ്ഞ് പോകരുത്, അല്ലെങ്കിൽ കൽപ്പനകളെ ലംഘിച്ചു കൊണ്ടുള്ള ജീവിതം ഉണ്ടാകരുത്. യോശുവയുടെ ജീവിതം അത് ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ വചനത്തെ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ വചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോശുവ ഈ വചനത്തെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അതിനെ അനുസരിച്ചു, അതിനെ പിന്തുടർന്നു എന്ന് മാത്രമല്ല, അവൻ ആ വചനങ്ങളെ ഒക്കെ ആ ഗോത്രങ്ങളോട് അവനിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്നുകൂടി നമുക്ക് കാണുവാൻ കഴിയും. ന്യായപ്രമാണത്തെയും വചനങ്ങളെയും അവൻ തൻ്റെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരനുഭവം കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കുക, നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ ശരിയായ ദിശയിൽ നിയന്ത്രിക്കപ്പെടേണ്ടതിന് ദൈവവചനം അത്യാവശ്യമാണ്. സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ച് പറയുന്നത്: നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വചനം നമുക്ക് ശരിയായ ദിശ കാണിച്ചു തരുന്നു, നമുക്ക് വഴി കാണിച്ചു തരുന്നു. ഇന്ന് യോശുവയുടെ യാത്ര, യോശുവയുടെ നടപ്പ് ആ വചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. പോരാത്തതിന് തൻ്റെ ജനം ആ വചനം അവരുടെ ഹൃദയങ്ങളിൽ
സ്വീകരിക്കണമെന്നുള്ള അല്ലെങ്കിൽ മുറുകെ പിടിക്കണമെന്നുള്ള നിശ്ചയത്തോടു കൂടി ആ വചനത്തെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു നല്ല നേതാവായി, ഒരു നല്ല പിതാവായി, നല്ലൊരു കുടുംബനാഥയായി കുടുംബത്തെ നയിക്കുവാൻ, നമ്മുടെ സഭകളിൽ നമ്മുടെ സഭയെ നന്നായി നയിക്കുവാൻ ഈ വചനത്തിൻ്റെ വഴി നമുക്ക് ഏറ്റവും ആവശ്യമായത് ആണ്. 2 ചിന്തകളാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്, യോശുവ തന്നെ നടത്തുന്ന ശക്തനായ ദൈവത്തെ മനസ്സിലാക്കി അവനിൽ ഉറച്ച വിശ്വാസമുള്ളവനായിരുന്നു. 2, ദൈവം തന്നോട് കൽപ്പിച്ചതായ ചട്ടങ്ങളെ, ന്യായപ്രമാണങ്ങളെ, കൽപ്പനകളെ മുറുകെ പിടിക്കുകയും അതിനെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവനായിരുന്നു. ഇന്ന് ആ യോശുവയാൽ നോക്കുക, ദുശാഠ്യമുള്ള അല്ലെങ്കിൽ നിർബന്ധമുള്ള ഒരു ജനത നന്മയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. നമ്മളിലൂടെ നാമും നമ്മുടെ തലമുറകളും നമ്മുടെ സമൂഹവും നന്മയിലേക്ക് പ്രവേശിപ്പാൻ, ഈ ദൈവത്തിലുള്ള ആശ്രയത്തിലും വചനത്തിലും നടപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തേശുവിൽ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. വളരെ ചിന്തനീയവും പ്രത്യാശയും നൽകിയൊരു മെസ്സേജായിരുന്നു നാം ഇപ്പോൾ ശ്രവിച്ചത്. ഇനി മാധുര്യമേറിയൊരു ഗാനം നമുക്ക് കേൾക്കാം. എൻ്റെ ദൈവമെന്നും എൻ്റെ കൂടെയുള്ളതാ, ഇല്ലെനിക്ക് സാരമില്ല ലോക ജീവിതം. എൻ്റെ ദൈവമെന്നും എൻ്റെ കൂടെയുള്ളതാ, ഇല്ലെനിക്ക് സാരമില്ല ലോക ജീവിതം. ഉറ്റവർ മറന്നാലും പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണെന്നേശുനായകൻ, മറക്കാത്ത സ്നേഹമാണൻ യേശുനായകൻ. ഉറ്റവർ മറന്നാലും പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണൻ യേശുനായകൻ, മറക്കാത്ത സ്നേഹമാണൻ യേശുനായകൻ. എൻ്റെ ദൈവമെന്നും എൻ്റെ കൂടെയുള്ളതാ, ഇല്ലെനിക്ക് സാരമില്ല ലോക ജീവിതം. കഷ്ടമേറ്റ യേശു എൻ്റെ കൂടെയുള്ളതാ, കഷ്ടതയിൽ ലേശവും ഞാൻ വീണു പോകില്ല. കഷ്ടമേറ്റ യേശു എൻ്റെ കൂടെയുള്ളതാ, കഷ്ടതയിൽ ലേശവും ഞാൻ വീണു പോകില്ല. താങ്ങുമെന്നെ വൻകരത്താൽ തൻ്റെ മാർവിൽ ചേർത്തണയ്ക്കും, തൻ്റെ പ്രിയരോടുകൂടെ ചേർന്നു വാഴുവാ. താങ്ങുമെന്നെ വൻകരത്താൽ തൻ്റെ മാർവിൽ ചേർത്തണയ്ക്കും, തൻ്റെ പ്രിയരോടുകൂടെ ചേർന്നു വാഴുവാ. എൻ്റെ ദൈവമെന്നും എൻ്റെ കൂടെയുള്ളതാ, ഇല്ലെനിക്ക് സാരമില്ല ലോക ജീവിതം. അടുത്ത സെഗ്മെന്റ് സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും ശീലിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് കൗൺസിലിംഗ് ടോക്കിലൂടെ നമുക്ക് കേൾക്കാം. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ആത്മവിശ്വാസത്തിൻ്റെ ചില വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ ടോക്കിൽ നമ്മൾ കേൾക്കുവാനായിട്ട് പോവുക. നമുക്കറിയാം, ആത്മവിശ്വാസം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എനിക്ക് സാധിക്കും, എനിക്ക് കഴിയും
എന്നതാണ് ആത്മവിശ്വാസത്തിൻ്റെ ലളിതമായ നിർവചനം. ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായി ചെയ്യാൻ തുടങ്ങുമ്പോൾ, തുടർച്ചയായി പരിശീലിക്കുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസമായി മാറും. അതിനുള്ള 6 വഴികളെക്കുറിച്ചാണ് പറയുക. ഒന്നാമത്തെ കാര്യം, ആത്മവിശ്വാസമുള്ള ആളിനറിയാം അയാളുടെ സന്തോഷം ഇരിക്കുന്നത് അയാളുടെ ഉള്ളിലാണ്. പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് തങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത് പുറമേയുള്ള കാര്യങ്ങളിലാണ്. പണത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്, മാനത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്, പദവികളിലാണ് സന്തോഷം ഇരിക്കുന്നത്, സൗന്ദര്യത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്, പുറമേയുള്ള ഏതോ നല്ല നല്ല കാര്യങ്ങളിലാണ് സന്തോഷം ഇരിക്കുന്നത് എന്ന് പലപ്പോഴും മനുഷ്യർ തെറ്റായി വിചാരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം സന്തോഷം ഇരിക്കുന്നത് മറ്റേതെങ്കിലും വസ്തുക്കളിലല്ല, മറിച്ച് അവനവൻ്റെ ഉള്ളിലാണ്. ആ സന്തോഷം കണ്ടെത്തുവാൻ ആത്മവിശ്വാസമുള്ള ആളിന് കഴിയും. അയാൾക്കതറിയാം, അത് അയാൾ പിൻപറ്റുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആത്മവിശ്വാസമുള്ളയാളുടെ സംസാര രീതി വളരെ രസകരമാണ്. അയാൾ കേൾക്കുന്നത് കൂടുതലും പറയുന്നത് കുറച്ചുമായിരിക്കും. നമുക്ക് ഒരു നാവും 2 ചെവിയുമാണ് ഉള്ളത്. പലപ്പോഴും നിങ്ങൾ സംസാരം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മറ്റേയാൾ അതിനെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് കയറി പറയുകയോ പറഞ്ഞത് മുഴിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുന്ന രീതികളൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുവാൻ കഴിയും. എന്നാൽ ആത്മവിശ്വാസമുള്ളയാൾ കൂടുതൽ കേൾക്കുവാൻ, ശ്രദ്ധയോടെ കേൾക്കുവാൻ, വെറുതെ കേൾക്കുകയല്ല, ശ്രദ്ധിക്കുവാൻ തയ്യാറുള്ള, കേൾവിയും ശ്രദ്ധയും രണ്ടാണ്, ശ്രദ്ധയോടെ കേൾക്കുവാൻ തയ്യാറുള്ള ആളാണ് ആത്മവിശ്വാസമുള്ളയാൾ. അയാൾക്കറിയാം അയാൾ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും പ്രധാനമാണ്. കുറച്ചേ പറയുള്ളായിരിക്കും, പക്ഷേ ഏറ്റവും പ്രധാനമാണ് എന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാൻ അയാൾ എപ്പോഴും തയ്യാറായിരിക്കും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആത്മവിശ്വാസമുള്ളയാൾ തന്നെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കാറില്ല, മറിച്ച് അടുത്ത ആളുകളെ കൂടുതലായിട്ട് ഉയർത്തുവാൻ അയാൾ ശ്രമിക്കും. കാരണം ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സഹായം കൂടാതെ, നമ്മൾ ടീം വർക്ക് എന്നൊക്കെ പറയുമല്ലോ, മറ്റുള്ളവരുടെ സഹായം കൂടാതെ, മറ്റുള്ളവരുടെ സഹകരണം കൂടാതെ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാൾ തന്നെ ഉയർത്താതെ അടുത്ത ആളുകളുടെ നന്മയെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുവാനും അവരെ ഉയർത്തുവാനും അയാൾ എപ്പോഴും തയ്യാറാണ്. അയാൾ എപ്പോഴും ഒരുക്കമുള്ളയാളാണ്, അയാൾ ആത്മവിശ്വാസമുള്ളയാളാണ്. അടുത്ത കാര്യമെന്ന് പറയുന്നത്, അയാൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുവാൻ തയ്യാറ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് സഹായം സ്വീകരിക്കാൻ മടിയാണ്. നമ്മൾക്ക് 2 കാരണം കൊണ്ടാണ് മടി. ഒന്ന്, ഈഗോയാണ്. ഞാൻ എങ്ങനെ അയാളുടെ മുമ്പിൽ ചെന്ന് ചോദിക്കും, അയാളുടെ മുമ്പിൽ ചെന്ന് എങ്ങനെ ഞാൻ താഴും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് സഹായം ചോദിക്കാൻ മടിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള തെറ്റായ ചിന്ത. ഞാൻ ഒരാളുടെ സഹായം തേടിയാൽ അയാൾ എന്നെ കുറഞ്ഞവനായിട്ട്, ബലഹീനനായിട്ട്, കഴിവില്ലാത്ത ആളായിട്ട്, കാര്യങ്ങൾ നേരെ ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആളായിട്ട് എന്നെക്കുറിച്ച് കരുതുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരാളിൻ്റെ മുൻപിൽ ചെന്ന് സഹായം ചോദിക്കാൻ മടിയാണ് എന്ന് ഒരുപാട് പേർ ചിന്തിക്കും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ സഹായം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം അടുത്ത ആളിനോട് സഹായം ചോദിച്ചാൽ അവർ വളരുക മാത്രമേ ഉള്ളൂ എന്ന്. ആത്മവിശ്വാസമുള്ളവരുടെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി ഓടി നടക്കാറില്ല. അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ അത് മറ്റുള്ളവരെ ആകർഷിക്കും. അവർ മറ്റുള്ള ആളിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടാറുമില്ല. അവരുടെ കഴിവുകൾ, അവരുടെ താലന്തുകൾ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും അവരിലേക്ക് എത്തിക്കുമെന്ന് ആത്മവിശ്വാസമുള്ള ആൾക്ക് അറിയാം. ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, ആത്മവിശ്വാസമുള്ളയാൾ ചെയ്യുന്ന കാര്യം, ചിലപ്പോൾ അയാൾ റിസ്ക് എടുക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഏത് കാര്യം എടുത്താലും അയാൾക്കറിയാം ചില കാര്യങ്ങൾ ശരിയാകും, ചില കാര്യങ്ങൾ തെറ്റാകും. ഒരു കാര്യം ശരിയായാൽ അതിൻ്റെ ക്രെഡിറ്റ് അയാൾ ഒറ്റയ്ക്ക് എടുക്കാറില്ല, മറ്റുള്ളവർ കൂടെ വിതരണം ചെയ്യും. പക്ഷേ അതിലെന്തെങ്കിലും പാളിച്ച പറ്റിയാൽ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അയാൾ ഏറ്റെടുക്കും. റിസ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്കറിയാം റിസ്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ പാളിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ കുറ്റം മൊത്തം ഒറ്റയ്ക്ക് തലയിൽ ഏറ്റെടുക്കുവാൻ അയാൾ തയ്യാർ. ഇല്ലാത്ത ആളാണെങ്കിൽ ചെയ്യുന്നത്, കുറ്റം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ആളിൻ്റെ തലയിൽ ചാരും, അടുത്ത ആളിൻ്റെ ചുമലിൽ ചാരും. അയാൾ കാരണമാണ്, അല്ലെങ്കിൽ അവർ കാരണമാണ്, ഈ സാഹചര്യം കാരണമാണ്, ചുറ്റുപാടുകൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആത്മവിശ്വാസമുള്ള ആൾ പറയും, ഇത് എൻ്റെ തെറ്റാണ്, ഞാനത് ഇനിഷ്യേറ്റീവ് എടുത്തു, അത് പാളിപ്പോയി. പക്ഷേ അയാൾ വിമർശിക്കുമ്പോൾ ഉടനെ തന്നെ അത് ശരിയാക്കി അയാൾ വീണ്ടും അത് നന്നായിട്ട് ചെയ്യാൻ അയാൾ എപ്പോഴും തയ്യാറായിരിക്കും. ഇതാണ് ആത്മവിശ്വാസമുള്ള ആളിൻ്റെ ലക്ഷണങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ഇനി നമ്മുടെ കൊച്ചു കൂട്ടുകാർ കാത്തിരുന്ന ടൈം എത്തിയിരിക്കുകയാണ്. അടുത്ത സെഗ്മെന്റ് കുട്ടിയോളും ഞാനും. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്കൊപ്പമുള്ളതാരാണ്? നമ്മുടെ
മിന്നു ആണ്. അപ്പം മിന്നുവിന് സന്തോഷമാണോ? സന്തോഷമാണ്. എന്തുകൊണ്ടാണ് സന്തോഷം? എൻ്റെ കൂട്ടുകാരെ വീണ്ടും കാണാൻ പറ്റി. കൂട്ടുകാരെ വീണ്ടും കാണാൻ പറ്റി. അതുകൊണ്ടാണ് മിന്നുവിന് ഭയങ്കര സന്തോഷം. അപ്പോൾ മിന്നുവിനെ കണ്ടതിലും കൂട്ടുകാർക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കഥ പഠിക്കാനായിട്ട് പോവുകയാണ്. ഒരു കുട്ടിക്കുറുക്കൻ്റെ കഥയാണ്. ആരുടെ കഥ? കുട്ടിക്കുറുക്കൻ. കുട്ടിക്കുറുക്കൻ. അടുത്തൊരു കുട്ടിക്കുറുക്കൻ ഉണ്ടായിരുന്നു. കുട്ടിക്കുറുക്കൻ കാണാൻ നല്ല ഭംഗിയുള്ളത്. ആര് കണ്ടാലും അവനെ കുറച്ച് നേരം നോക്കി നിൽക്കും. നല്ല സുന്ദരനായ ഒരു കുട്ടിക്കുറുക്കൻ. ആർക്കും പേടിയൊന്നും തോന്നില്ല. നല്ല സുന്ദരനാണ്. എല്ലാവർക്കും അവനെ താലോലിക്കാൻ, അവനെ അടുത്ത് വിളിക്കാനൊക്കെ ഇഷ്ടം തോന്നും. അങ്ങനെയുള്ളൊരു കുട്ടിക്കുറുക്കൻ. അപ്പോൾ ഈ കുട്ടിക്കുറുക്കൻ ഒരു ദിവസം ഇങ്ങനെ നടന്ന് കളിച്ച് വരാൻ സമയത്ത് കാലിലൊരു മുള്ള് കയറിക്കൊണ്ടു. മുള്ളിങ്ങനെ തറച്ചിരിക്കാൻ തുടങ്ങി. അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു വരച്ചു. അയ്യോ അയ്യോ ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? കരഞ്ഞു കാണും. ഒരുപാട് കരഞ്ഞു കാണും. കാലിൽ മുള്ളുണ്ടാ പിന്നെ കരയില്ലേ? ഞാൻ കരയും. മിന്നു കരയും. മിന്നു മാത്രമല്ല, ഞാനും കരയും, കൂട്ടുകാരും കരയും അല്ലേ? കാലിൽ മുള്ളു തറച്ചുകൊണ്ടാൽ പിന്നെ കരയാതിരിക്കും. അങ്ങനെ ഈ കുട്ടിക്കുറുക്കനും ഭയങ്കര കരച്ചിലായി. അവനിങ്ങനെ ഒരു കാലിങ്ങനെ ആ മുള്ളു കൊണ്ട കാല് ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ കൊന്നി കരഞ്ഞ് മുമ്പോട്ട് പോയി. അപ്പോഴാണ് ഒരു അമ്മുമ്മയെ കണ്ടു. ഒരു അമ്മുമ്മ അവിടെ ഇരുന്ന് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിക്കുറുക്കൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ അമ്മുമ്മയുടെ അടുത്തിട്ട് പോയി പറഞ്ഞു, അമ്മുമ്മേ എൻ്റെ കാലിലെ മുള്ളൊന്നെടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മുമ്മ എന്ത് പറഞ്ഞെന്നറിയാമോ? എടുത്തു കൊടുത്തു. അമ്മുമ്മ എന്ത് ചെയ്യുന്നറിയാമോ? കുട്ടിക്കുറുക്കൻ്റെ കാല് പതിയെ അമ്മുമ്മയുടെ മടിയിലേക്ക് വെച്ചിട്ട് ആ മുള്ളിനെ പതിയെ ഊരി ദൂരെ എറിഞ്ഞു. എൻ്റെ കുട്ടിക്കുറുക്കൻ്റെ കാലിൽ കുത്തിക്കയറിയോടാ മുള്ളയെന്ന് പറഞ്ഞിട്ട് മുള്ളിനെ ഒരൊറ്റ ഏറ്. മുള്ള് ദൂരെ ഒരു കുറ്റിക്കാട്ടിൽ പോയി വീണു. എന്നിട്ട് കുട്ടിക്കുറുക്കനോട് ചോദിച്ചു, കുട്ടിക്കുറുക്ക സന്തോഷമായോ? അമ്മുമ്മ ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്തെന്നറിയാമോ? കുട്ടിക്കുറുക്കൻ പറഞ്ഞു, ഒരുപാട് സന്തോഷമായി. പക്ഷേ കുട്ടിക്കുറുക്കൻ പറഞ്ഞു, എനിക്കൊരു വിഷമമുണ്ട്. അപ്പോൾ എന്തു പറ്റി? നിനക്ക് ഇനി എന്താ വിഷമം? എൻ്റെ കാലിലിരുന്ന് മുള്ളിനെ എടുത്ത് ദൂരെ എറിയാൻ പറഞ്ഞ ആരാ എന്ന് അമ്മൂമ്മയോട് ചോദിച്ചു. അമ്പട ഹേമ. അപ്പോൾ എന്തെന്നറിയാമോ? അമ്മൂമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട്, എൻ്റെ കാലിലെ മുള്ളിനെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ രക്ഷിച്ചതല്ലേടാ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കാലിലെ മുള്ളിനെ മാറ്റിയതൊക്കെ ശരിയാണ്, പക്ഷേ അത് എനിക്കുള്ള മുള്ള. ആ മുള്ളിനെ ദൂരെ എറിഞ്ഞ എന്തിനാ? എനിക്കിപ്പോൾ എൻ്റെ മുള്ള് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായി. കുട്ടിക്കുറുക്കനെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവൻ ഒരു വിധത്തിൽ അടങ്ങുന്നില്ല കേട്ടോ. അവൻ ഭയങ്കര കരച്ചില്ല. എനിക്കിപ്പോൾ എൻ്റെ മുള്ള് വേണം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ഇനി ദൂരെ പോയി വീണ മുള്ളിനെ ഞാൻ എങ്ങനെ എടുത്തുകൊണ്ട് വരാനാ? നിനക്കൊരു കാര്യം ചെയ്യാം, നിനക്ക് ഞാനൊരു മുട്ട തരാം മുള്ളിന് പകരം. അപ്പോൾ അവന് സന്തോഷമായി. കാരണം എന്തെന്നറിയാമോ? മുട്ട കഴിക്കാമല്ലോ അവന്. അപ്പോൾ അവന് സന്തോഷമായി. അവന് മുട്ട കൊടുത്തു. അവൻ മുട്ടയും കൊണ്ട് സന്തോഷമായിട്ട് പാട്ടും പാടി ഇങ്ങോട്ട് പോയപ്പോൾ നേരെ ഇരുട്ടി. അവന് നിന്നെ കിടന്ന് ഉറങ്ങണം. അവൻ എന്ത് ചെയ്തു? പോണ വഴിക്ക് ഒരു വീട് കണ്ടു. വീട്ടിലൊന്ന് ചെന്ന് വാതിലൊന്ന് മുട്ടി. അപ്പോൾ രണ്ടുപേരും ഇറങ്ങി വന്നു. അവർക്ക് കുട്ടിക്കുറുക്കനെ കണ്ടപ്പോൾ സന്തോഷമായി. കുട്ടിക്കുറുക്കൻ എന്താ കാര്യം? അപ്പോൾ കുട്ടിക്കുറുക്കൻ പറഞ്ഞു, എനിക്ക് ഇന്നിവിടെ കിടന്നുറങ്ങാൻ സ്ഥലം തരുമോ? പിന്നെന്താ, നീ കിടന്നുറങ്ങിക്കോ. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു മുട്ടയുണ്ട്, അത് സൂക്ഷിച്ച് വെക്കണം. ഞാൻ എവിടെ വെക്കും? അപ്പോൾ ഒരു പാത്രം കൊടുത്തു. ആ പാത്രത്തിൽ വെച്ചിട്ട് അവൻ കിടന്നുറങ്ങി. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്കുറുക്കൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ എഴുന്നേറ്റ് വന്നു, ആ മുട്ടയെ പൊട്ടിച്ച് കുടിച്ചു. എന്നിട്ട് ആ തോടെടുത്ത് ആ പാത്രത്തിലിട്ടിട്ട് അവൻ പോയി കിടന്നുറങ്ങി. കള്ളക്കുറുക്കൻ എന്തെന്നറിയാമോ? അങ്ങനെ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ എല്ലാവരും ഉണരുന്നത് എങ്ങനെയെന്നറിയാമോ? ഈ കുട്ടിക്കുറുക്കൻ്റെ കരച്ചിലും കേട്ടിട്ടാണ്. അവൻ നിലവിളിക്കാൻ തുടങ്ങി, എൻ്റെ മുട്ട ആരോ മോട്ടിച്ചുകൊണ്ട് പോയേ എന്ന് പറഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവരൊന്ന് പറഞ്ഞു, മുട്ട ഞങ്ങളാരും മോട്ടിച്ചില്ല, തന്നെ നിങ്ങൾ തന്നെയാണ് മോട്ടിച്ചത്, എനിക്ക് എൻ്റെ മുട്ട വേണം. അവസാനം കരയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ആ മുട്ടയ്ക്ക് പകരം വേറൊരു മുട്ട തരാം, അത് വേണ്ട. ഭയങ്കര കരച്ചിലായി. അവസാനം എന്തെന്നറിയാമോ? അവർ മുട്ടയ്ക്ക് പകരം ഒരു കോഴിയെ തന്നെ കുറുക്കന് കൊടുത്തു. അമ്പടാ. അപ്പോൾ കുട്ടിക്കുറുക്കൻ എന്ത് ചെയ്യുന്നറിയാമോ? കോഴിയെ കിട്ടി സന്തോഷത്തിൽ അവൻ കോഴിയെ കൊണ്ടുപോയിട്ട് അതുപോലെ വേറൊരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്നെനിക്കിവിടെ കിടക്കാൻ സ്ഥലം തരുമോ? അപ്പോൾ അവർ പറഞ്ഞു, പിന്നെന്താ, ഇവിടെ കിടന്നോളൂ. പക്ഷേ എൻ്റെ കോഴിയെ സൂക്ഷിക്കണം. എവിടെ സൂക്ഷിക്കും? അത് ഞാൻ ഞങ്ങളുടെ കോഴിക്കൂട്ടിലിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കൂട്ടിൽ കൊണ്ടിട്ടു. ഇവൻ രാത്രിയായപ്പോൾ എന്തെന്നറിയാമോ? എല്ലാവരും ഉറങ്ങിയപ്പോൾ പതിവ് പോലെ ഇവൻ എഴുന്നേറ്റ് ആ കോഴിക്കുഞ്ഞിനെ തൂവലൊക്കെ പിച്ച് കളഞ്ഞിട്ട് അതിനെ തിന്നു. എന്നിട്ട് തൂവലൊക്കെ അവിടെ ഇട്ടിരുന്നു. എന്നിട്ട് രാവിലെ അവൻ കിടന്ന് കരഞ്ഞു, അയ്യോ എൻ്റെ കോഴിയെ ഈ വീട്ടുകാരെല്ലാം കൂടെ തിന്ന് കളഞ്ഞേ, എനിക്കിപ്പോൾ എൻ്റെ കോഴിയെ വേണമെന്ന്. അങ്ങനെ കുട്ടിക്കുറുക്കൻ നിലവിളിക്കാൻ തുടങ്ങി. അമ്പടാ. കള്ളക്കുറുക്കല്ലേ? കള്ളക്കുറുക്കൻ.
അങ്ങനെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മോനെ തരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കും. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ, ഒരു കോഴിക്കുഞ്ഞിന് പകരം എൻ്റെ മോനെ തരാനോ? തരില്ല. അവിടെ ഭയങ്കര ബഹളമായി. അവസാനം അവർ സമ്മതിച്ചു. അവർ പറഞ്ഞു, ശരി, ഞാനിപ്പോൾ കൊണ്ടുതരാം, നീ കൊണ്ടുപോക്കോ. അവരകത്ത് പോയി ഒരു ചാക്ക് കെട്ടിലാക്കി കൊണ്ടു കൊടുത്തു. ഇതാ, ഈ ചാക്കിനകത്ത് എൻ്റെ മോനുണ്ട്, എടുത്തോണ്ട് പോക്കോ എന്ന് പറഞ്ഞു. അവൻ വലിയ സന്തോഷത്തിൽ ഈ മോനെ കൊണ്ടുപോയി തിന്നാലോ എന്ന് കരുതി കൊണ്ടുപോയി. ദൂരെ ചെന്നിട്ട് പതുക്കെ കെട്ടൊക്കെ ചാക്കിൻ്റെ കെട്ടഴിച്ച് ചാക്കിനകത്ത് കൈയിട്ടതും ഒരു കടി. അവൻ നോക്കിയപ്പോൾ ചാക്കിനകത്ത് എന്താണെന്നറിയാമോ? എന്താ? മോനല്ല, പകരം എന്താണെന്നറിയാമോ? എന്താ? ഒരു പട്ടി. അവരുടെ വീട്ടിലെ പട്ടിയാണ് ചാക്കിൽ കെട്ടി ആർക്ക് കൊടുത്തത്? ഈ കുട്ടിക്കുറുക്കന് കൊടുത്തത്. കുട്ടിക്കുറുക്കന് കടി കൊണ്ടപ്പോൾ പട്ടി എന്ത് ചെയ്യുന്നറിയാമോ? ചാക്കിനകത്ത് ചാടി ഇറങ്ങി കുട്ടിക്കുറുക്കനെ ഓടിച്ചിട്ട് കടിക്കാൻ തുടങ്ങി. അവൻ ഓടി വല്ല വിധേന ഓടി രക്ഷപ്പെട്ടു. കൈയും കാലും ഒക്കെ മുറിഞ്ഞു, അവൻ രക്ഷപ്പെട്ടു. പക്ഷേ കൈയും കാലൊക്കെ മുറിഞ്ഞപ്പോൾ അവന് സങ്കടമായി. അവനൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ? ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നത് നല്ലതല്ല എന്ന് അവന് മനസ്സിലായി. എന്നായാലും അതിന് തക്ക ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. ആരെയും ഉപദ്രവിക്കാതെ, ആരെയും പിടിച്ചു പറിക്കാതെ, ആരെയും പറ്റിക്കാതെ ജീവിക്കണം. അതാണ് നന്മയുള്ള ജീവിതം. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ആരെയും പറ്റിച്ചുകൊണ്ട് വളരാൻ ശ്രമിക്കരുത്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് മിടുക്കരായി വളരുക. ആരെയും കുറ്റപ്പെടുത്താനോ പറ്റിക്കാനോ ആരുടേതും ഒന്നും അപകരിക്കാനും പോകാൻ പാടില്ല. അപ്പോൾ നല്ല കുട്ടികളായിട്ട് വളരുക. കഥ ഇഷ്ടമായോ? മിന്നിന് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത കഥ കേൾക്കുന്നത് വരെയും നമുക്ക് പിന്നെയും കാണാം. അതുവരെ നമുക്ക് ഓക്കെ, ബൈ ബൈ. മിന്നു ടാറ്റ പറഞ്ഞ്. ടാറ്റാ. ഓക്കെ. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടമായോ? ഇന്നത്തെ കഥ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. സ്വർഗസുധ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഗ്മെൻ്റാണ് ദൈവസന്നിധി. നമുക്കേവർക്കും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന പരിശുദ്ധ കർത്താവേ, സ്നേഹമുള്ള ദൈവമേ, അനേകം പ്രിയ മക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ദേശത്തും മറ്റിതരയിടങ്ങളിലൊക്കെ ആയിരിക്കുന്ന യുവതി യുവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തനതായ രീതിയിൽ ലഭിച്ച വിദ്യാഭ്യാസത്തിലൂടെ പ്രിയമക്കൾ പടിപടിയായി ഉയരുവാൻ തക്കവണ്ണം നിൻ്റെ പരിജ്ഞാനത്തെ നൽകുന്നതോടൊപ്പം ഭാവികാല ജീവിതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന യുവതി യുവാക്കളായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷമായി സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിവിധമായ പരീക്ഷകൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയത്നഫലത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഭാവികാല ജീവിതത്തിനു വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ തമ്പുരാനെ, നിൻ്റെ മക്കളുടെ മേൽ നിൻ്റെ കൃപയെ പകർന്ന് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ അവിടുന്ന് സഫലീകരിച്ച് കൊടുത്ത് അവരുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകി ദൈവമേ, യഥാസമയം ഓരോ ഇടങ്ങളിലും ഗവൺമെൻറ് തലങ്ങളിൽ ജോലിയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അവരായിരിക്കുന്ന ഭവനവും അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അവരായിരിക്കുന്ന ദേശവും ഒക്കെ അനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ നിരത്തി ഒരു സാന്നിധ്യം കൊണ്ട് പൊതിയണമേ. ജീവിതയാത്രകളിൽ ഒക്കെ കൂടെ ഇരിക്കണമേ. ഭാവികാല ജീവിതത്തിൻ്റെ വാഗ്ദാനങ്ങളായി എന്നും കാണപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. സമസ്തവും ക്രിസ്തയേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് കരുതുന്നു. ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.